നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഒരു രൂപയ്ക്ക് 1000 രൂപയുടെ മൂല്യം വരുന്ന അവസരങ്ങൾ ജീവിതത്തിൽ അധികം ഉണ്ടാവാറില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു അവസരമാണ്. എല്ലാവരും വയനാട് ദുരന്തത്തെപ്പറ്റി അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് സന്നദ്ധ പ്രവർത്തകരായിട്ട് അവിടെയുണ്ട്. അതല്ലാതെ ലക്ഷക്കണക്കിന് പേര് പുറത്തുണ്ട്. വയനാടിന് പുറത്തുള്ളവർ, കേരളത്തിന് പുറത്തുള്ളവർ, ഇന്ത്യക്ക് പുറത്തുള്ളവർ. ഞാനും ഇന്ത്യക്ക് പുറത്ത് UAE-യിലാണ് ഉള്ളത്. നമ്മളും ഈ ന്യൂസൊക്കെ കാണുമ്പോൾ വളരെ സങ്കടപ്പെട്ട് നിസ്സഹായതയോടെ ഇരിക്കാറുണ്ട്. പക്ഷേ ആ നിസ്സഹായതയ്ക്ക് കാര്യമുണ്ടോ? ശരിയാണ്, പ്രകൃതി ദുരന്തമാണ്, നമുക്ക് വിലപിക്കാൻ മാത്രമേ പറ്റുള്ളൂ എന്ന് ചിന്തിക്കണ്ട. ഒരുപാട് പേർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അവരുടെ അടുത്ത് പൈസ ഇല്ല എന്നുള്ള കാര്യമാണ് പറയാറുള്ളത്. അതങ്ങനെയാണ്, ചെയ്യാൻ ആഗ്രഹമുള്ളവരുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. പക്ഷേ ഈ സമയത്ത് വയനാട്ടിലുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സന്ദർഭമാണിത്. 100 രൂപ എടുക്കാനുണ്ടാവോ? വേണ്ട. 10 രൂപയുണ്ടോ? 5 രൂപ പോട്ടെ, 1 രൂപയുണ്ടോ? നിങ്ങളുടെ ആ 1 രൂപ ഒരുപാട് 1000 മാറുന്നേ. എങ്ങനെയാണെന്നല്ലേ, എൻ്റെ ഈ സുരേഷൻ ചാനലിൽ എല്ലാ പ്ലാറ്റ്ഫോമിലും കൂടെ 4 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ട്. എല്ലാവരും ഒന്നും ഈ വീഡിയോ കണ്ടിട്ടില്ലെങ്കിലും ഒരു 10,000 പേര് കാണുകയാണെന്നുണ്ടെങ്കിൽ 1 രൂപ വെച്ച് എടുക്കുകയാണെങ്കിൽ 10,000 രൂപയായില്ലേ? വലിയ എമൗണ്ട് അല്ലേ? 1 രൂപയ്ക്ക് എങ്ങനെ സംഭാവന ചെയ്യാമെന്നാണോ ചിന്തിക്കുന്നേ? പറ്റുന്നേ. നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നേ. അത് ഞാൻ കാണിച്ചു തരാം. അതിന് തയ്യാറാണോ? നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള 1 രൂപയെങ്കിലും നമ്മുടെ സഹോദരങ്ങൾക്ക് ഈ സമയത്ത് ചെയ്തൂടെ? ഈ കാണുന്നത് സ്ക്രീൻഷോട്ട് എടുക്കൂ. ഇനി എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണ്. പാസ്വേഡ് കഴിച്ചിട്ട് ഓപ്പൺ ചെയ്യുമ്പോഴേ ലെഫ്റ്റ് സൈഡ് കണ്ടോ, സ്കാൻ എനി QR കോഡ്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരില്ലേ, അതിൽ താഴത്ത് അപ്ലോഡ് ഫ്രം ഗാലറി എന്നുള്ളത് കാണും. എന്നിട്ട് നിങ്ങളുടെ ഈ ഫോട്ടോ ഒന്ന് സെലക്ട് ചെയ്താൽ മതി. നോക്കൂ, പേയിങ് കേരള CMDRF എന്ന് കണ്ടോ. ഞാനിവിടെ 100 രൂപ ചെയ്തായിട്ടാണ് കാണിക്കുന്നത്. ഞാനൊരു ഹെൽപ്പ് ചെയ്യുന്നത് ആരും അറിയരുതെന്ന് ആഗ്രഹമുണ്ട്. ഇവിടെ സാമ്പിൾ കാണിക്കുകയാണ് കേട്ടോ. ഇവിടെ നിങ്ങൾ 1 രൂപയോ 10 രൂപയോ എത്രയും നിങ്ങൾക്ക് പറ്റണമെന്നുണ്ടെങ്കിൽ ചെയ്യുക. എന്നിട്ട് നമ്മൾ സാധാരണ ഗൂഗിൾ പേ ചെയ്യില്ലേ, അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ശബ്ദം വരില്ലേ? സാധാരണ ഈ ശബ്ദം വരുന്ന സങ്കടമല്ല ഉണ്ടാവുക, നമ്മുടെ അക്കൗണ്ടിലുള്ള പൈസ ആർക്കോ പോകണമെന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഇപ്രാവശ്യം ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ സന്തോഷവും സംതൃപ്തിയും തോന്നും. ഞാനും എനിക്ക് പറ്റുന്നത് ചെയ്തു എന്ന്, അല്ലേ? ചെയ്യണേ. പിന്നെ ഒരു കാര്യം കൂടെ ചെയ്യണം. സാധാരണ ഞാൻ എൻ്റെ വീഡിയോയിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ ഒന്നും പറയാറില്ല. പക്ഷെ നിങ്ങളിത് പേയ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് എത്ര ആയിക്കോട്ടെ, ഞാനും ചെയ്തു എന്നൊന്ന് കമൻറ്റ് ഇടാമോ? അങ്ങനെ കുറച്ച് കമൻറ്റ് കാണുമ്പോൾ കുറേ പേർക്ക് ചെയ്യാൻ തോന്നും. അതിന് വേണ്ടിയിട്ടാട്ടോ. ഈ നമ്മളില്ലേ, മതം പറഞ്ഞിട്ടും ജാതി പറഞ്ഞിട്ടും രാഷ്ട്രീയം പറഞ്ഞിട്ടും ഒക്കെ തമ്മിൽ തല്ലും. എന്തിന്? മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും രജനീകാന്തിൻ്റെയും വിജയൻ്റെയും സൂര്യയുടെ ഒക്കെ പേര് പറഞ്ഞിട്ട് അടികൂടല്ലേ? പക്ഷെ നമ്മുടെ നാട്ടിന് എന്തെങ്കിലും സംഭവിച്ചാൽ, നാട്ടിൽ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പോൾ കാണാം നമ്മുടെ ഐക്യം. അതുകൊണ്ടാണ് ലോകം നമ്മളെ മല്ലൂസ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ദുബായിൽ മലബാറീസ് എന്ന് വിളിക്കുന്നത്. അതെ, മലയാളിയിടാ. അപ്പോൾ നമ്മളാകുന്ന അണ്ണാറക്കണ്ണനും വയനാടിന് വേണ്ടി തന്നാലായത്. അപ്പോഴേ ഇപ്പം തന്നെ ഗൂഗിൾ പേ ചെയ്യണേ. നിറയട്ടെ സ്നേഹം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.